ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ സെക്കൻഡ് പാർട്ടിലുള്ള ഏജൻസി എന്നതാണ്. എന്താണ് ഏജൻസി? എങ്ങനെയൊക്കെയാണ് ഒരു ഏജന്റിനെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത്? ത്രൂ ഹൗ മെനി വേസ് an ഏജൻസി ക്യാൻ ബി ക്രിയേറ്റഡ്? മോഡ്സ് ഓഫ് ക്രിയേഷൻ ഓഫ് ഏജൻസി. പൊതുവെ എസ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണിത്. ഇതിന്റെ അകത്ത് ഒരുപാട് സബ് ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കും. ഓരോ സബ് ടോപ്പിക്കും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ വളരെയധികം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒരു ഭാഗമാണ് വേരിയസ് മൂഡ്സ് ഓഫ് ക്രിയേഷൻ ഓഫ് ഏജൻസി എന്നുള്ളത്. പല രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ നോക്കുന്നുണ്ട്. കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്നാൽ എന്താണ്? ഏജൻസി എന്താ? വെൻ വൺ പാർട്ടി ഡെലിഗേറ്റ്സ് സം അതോറിറ്റി ടു അനദർ പാർട്ടി whereby the later performs his action in a more or less independent fashion on behalf of the first party. ഒരാള് ഒരു കാര്യം ചെയ്യാനുള്ള അധികാരം മറ്റേ ഒരാൾക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണാണ്, കൈമാറി കൊടുക്കണാണ്. ഒരാള് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ അതോറിറ്റി വേറൊരാളിലോട്ട് കൈമാറി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കൈമാറി കിട്ടിയ അധികാരം ഉപയോഗിച്ച് രണ്ടാമത്തെ ആള് ജോലി ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധത്തിനെയാണ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം, ആ കൈമാറി കൊടുത്ത ആളും കൈമാറി കിട്ടിയ ആളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഏജൻസി എന്ന് വിളിക്കുക. അപ്പോ ഒരാള് മറ്റൊരാൾക്ക് ഏതെങ്കിലും അതോറിറ്റി കൈമാറിക്കൊടുത്തു. കൈമാറി കിട്ടിയ ആള് ഒന്നാമത് പറഞ്ഞ കൈമാറി തന്ന ആളുടെ നിർദ്ദേശപ്രകാരമുള്ള ജോലി ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കൊടുത്ത ആളും വാങ്ങിയ ആളും തമ്മിലുള്ള ഒരു റിലേഷനെയാണ് ഏജൻസി റിലേഷൻ എന്ന് പറയുക. ഒന്നാമത്തെ ആള് സർവന്റും മാസ്റ്ററും, കിട്ടിയ ആള് കൈമാറിയ അധികാരം കിട്ടിയ ആളെ ഏജന്റ് എന്നും വിളിക്കും. ചാപ്റ്റർ 10 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ഡീൽസ് വിത്ത് ദി ലോസ് റിലേറ്റിംഗ് ടു ഏജൻസി. ചാപ്റ്റർ 10 ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദ law relating to agency because nearly all business transactions worldwide are carried out through agency. ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏജൻസിയെ പറ്റി പഠിക്കല് അത്യധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്തെന്നാ, ലോകത്തുള്ള വിവിധ തര ബിസിനസ്സുകളും ഇപ്പൊ നടക്കുന്നത് ഏജൻസിയിലൂടെയാണ്. മുതലാളിമാര് തൊഴിലാളികളെ ജോലി ഏൽപ്പിച്ച് തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ലോകത്ത് ഒരുപാട് ബിസിനസ്സുകൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഏജൻസി എന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയി മാറി. കാരണം കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടുപേര് തമ്മിലുള്ള വാലിഡ് ആയിട്ടുള്ള ലോഫുൾ എൻഫോഴ്സിബിൾ ചെയ്യാൻ പറ്റുന്ന എഗ്രിമെന്റ്സ് അല്ലേ. അപ്പൊ ഏജൻസിയുടെ അകത്തും ഈ എഗ്രിമെന്റ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പൊ ഒരു കോൺട്രാക്ട് ആക്ടിന്റെ അകത്ത് എസെൻഷ്യൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഏജൻസി എന്നുള്ളത്. അതുകൊണ്ടാണ് ചാപ്റ്റർ 10 ഓഫ് ദി കോൺട്രാക്ട് ആക്ടിൽ ഏജൻസിയെ പറ്റി എന്ത് ചെയ്തത്, എക്സ്പ്ലെയിൻ ചെയ്തത്. ഏത് സെക്ഷനിലാണ് ഏജന്റിനെ പറ്റി ഡിഫൈൻ ചെയ്തേക്കുന്നത്? സെക്ഷൻ 182 ഏജന്റ് എന്ന വാക്കിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. An agent is a person employed to do any act for another. ഏജന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഒരാളാണ്, അയാൾക്ക് ജോലി നൽകപ്പെട്ടിരിക്കുകയാണ് ടു ഡു, ഒരു കാര്യം ചെയ്യാൻ. എന്ത് ചെയ്യാൻ? എനി ആക്ട്, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ജോലി കിട്ടിയിട്ടുണ്ട് ഫോർ അനദർ, സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല, മറ്റൊരാൾക്ക് വേണ്ടി ജോലി എടുക്കാൻ വേണ്ടി ഉത്തരവാദിത്തം കിട്ടിയിട്ടുള്ള ഒരാളെയാണ് ഏജന്റ് എന്ന് വിളിക്കുക. ഓർ ടു റെപ്രസെന്റ് അനദർ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രതിനിധാനം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആള്. ഇൻ ഡീലിങ്സ് വിത്ത് തേർഡ് പേഴ്സൺ, മറ്റൊരാൾക്ക് വേണ്ടി മൂന്നാമതൊരാളുമായി കച്ചവടം നടത്താൻ വേണ്ടി റെപ്രസെന്റേഷൻ റൈറ്റ് കിട്ടിയിട്ടുള്ള ഒരാളെയും അതേപോലെ തന്നെ മറ്റാളുകൾക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ആളുകളെയുമാണ് ഏജന്റ് എന്ന് വിളിക്കുക. അപ്പൊ 182 ഏജന്റ് എന്ന വാക്കിന്റെ ഡെഫിനിഷൻ പറയുന്നത്. എസെൻഷ്യൽസ് ഓഫ് ഏജൻസി എന്തൊക്കെയാണ്? ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദി പ്രിൻസിപ്പൽ ഷുഡ് ബി കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. പ്രിൻസിപ്പൽ എന്തായിരിക്കണം? അതായത് ജോലി ഏൽപ്പിക്കുന്ന ആശാൻ കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട് ആയിരിക്കണം. അതായത് കോൺട്രാക്ടിന്റെ അകത്ത് എൻ്റർ ചെയ്യാൻ പറ്റുന്ന വാലിഡ് ആയിട്ടുള്ള എലമെന്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്ത മേജർ ആയിട്ടുള്ള സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആളായിരിക്കണം. എനി പേഴ്സൺ ഹൂ ഈസ് ഓഫ് ദി ഏജ് ഓഫ് മെജോറിറ്റി ആൻഡ് ഇസ് ഓഫ് സൗണ്ട് മൈൻഡ് മേ എംപ്ലോയ് എൻ ഏജന്റ്. അതായത് ബുദ്ധിയും സ്വബോധവുമുള്ള മെജോറിറ്റി ഏജ് അറ്റൈൻ ചെയ്തിട്ടുള്ള ഏതൊരാൾക്കും പ്രിൻസിപ്പൾ ആകാൻ സാധിക്കും. ഇതാണ് 183 പറയുന്നത്. 184 പറയുന്നത് ദി ഏജന്റ് ഷുഡ് ബി കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്. ഏജന്റും കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട് ആയിരിക്കണം, മേജർ ആയിരിക്കണം.
അതേപോലെ സൗണ്ട് മൈൻഡ് ആയിരിക്കണം എന്നാണ് 184 പറയുന്നത്. 185 പറയുന്നത് നോ കൺസിഡറേഷൻ ഇസ് നെസസറി ടു ക്രിയേറ്റ് എൻ ഏജൻസി. ഏജൻസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമല്ല. നമ്മൾ എല്ലാ കോൺട്രാക്റ്റിലും ഒരു വാലിഡ് ആയിട്ടുള്ള കൺസിഡറേഷൻ വേണം എന്ന് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ ഒരു എക്സെപ്ഷൻ ആണ് ഈ പറയുന്നത്. ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്ന ഏജൻസി റിലേറ്റഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിന്റെ അകത്ത് എന്ത് വേണ്ട, നിർബന്ധമായിട്ടും ഈ പറയപ്പെട്ടുള്ള കൺസിഡറേഷന്റെ ആവശ്യമില്ല. കൺസിഡറേഷൻ ഇല്ലാതെ തന്നെയും ഏജൻസി എന്ന് പറഞ്ഞ ആ ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ കൺസിഡറേഷന്റെ ആവശ്യമില്ല, ഏജന്റ് കോമ്പീറ്റന്റ് ആയിരിക്കണം, പ്രിൻസിപ്പൾ കോമ്പീറ്റന്റ് ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻട്രൊഡക്ഷന്റെ അകത്ത് നോക്കാനുള്ളത്. മൂഡ്സ് ഓഫ് ക്രിയേഷൻ ഓഫ് ഏജൻസി. പല രീതിയിലൂടെ ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. പല യൂണിവേഴ്സിറ്റിയുടെ പേപ്പേഴ്സിലും ഒരു എസ്സേ ആസ്പെക്റ്റിൽ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പല രീതിയിൽ ഏജൻസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അത് ഏതൊക്കെയാണെന്നുള്ളത്. ദർ ആർ വേരിയസ് വേസ് ഓർ മൂഡ്സ് ബൈ വിച്ച് ദി റിലേഷൻഷിപ്പ് ഓഫ് പ്രിൻസിപ്പൾ ആൻഡ് ഏജന്റ് മേ അറൈസ്. ഏജന്റ് പ്രിൻസിപ്പൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് പല രീതിയിലൂടെയാണ്. ഒന്ന്, ബൈ ആക്ച്വൽ അതോറിറ്റി ബീങ് കൺഫേർഡ് ഓൺ ദി ഏജന്റ് ടു ആക്ട് ഓൺ ദി ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൾ. ഒന്നാമത്തേതാണ് സർവ്വസാധാരണമായിട്ടുള്ള രീതി. അതായത് പ്രിൻസിപ്പൾ ഏജന്റിനെ പണിയേൽപ്പിക്കും. ഏജന്റ് എന്ത് ചെയ്യണം, പ്രിൻസിപ്പളിന് വേണ്ടി ജോലി ചെയ്യണം എന്ന് പറഞ്ഞ് പ്രിൻസിപ്പൾ ഏജന്റിനെ ഏൽപ്പിച്ചിട്ട് ഏജന്റ് ജോലി ചെയ്യുക, ആക്ച്വൽ അതോറിറ്റി കൊടുത്ത് ചെയ്യിപ്പിക്കുക. അതാണ് ഒന്നാമത്തെ മെത്തേഡ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധാരണ രീതിയിലുള്ള മെത്തേഡ്. രണ്ടാമത്തത് ബൈ ഏജന്റ്സ് അതോറിറ്റി ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് ദി പ്രിൻസിപ്പൾ ഇൻ എ സിറ്റുവേഷൻ ഓഫ് എമർജൻസി. ഒരു ഏജന്റ് പ്രിൻസിപ്പളിന്റെ ഏജന്റ് ആയി വന്നതായിരിക്കില്ല അയാൾ. ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏജന്റ് ആയി മാറും. അതെങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കും. മൂന്നാമത്തത് ബൈ ദി കണ്ടക്ട് ഓഫ് ദി പ്രിൻസിപ്പൾ വിച്ച് ക്രിയേറ്റ്സ് ആൻ ഏജൻസി ഓൺ ബേസ് ഓഫ് ദി ലോ ഓഫ് എസ്റ്റോപ്പിൾ. ലോ ഓഫ് എസ്റ്റോപ്പിൾ എന്ന നിയമത്തിന്റെ ബേസിസിൽ ഓട്ടോമാറ്റിക്കലി ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. അത് നമ്മൾ എന്താണെന്നൊക്കെ പഠിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ബൈ റാറ്റിഫിക്കേഷൻ, റാറ്റിഫിക്കേഷനിലൂടെ ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടാറുണ്ട്. ബൈ പെർസംഷൻ ഓഫ് ഏജൻസി ഇൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷന്റെ അകത്ത് വൈഫിന് ഏജൻസിയുടെ പെർസംഷൻ കിട്ടാറുണ്ട്, പ്രിസംഷൻസ് കിട്ടാറുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ വരുന്ന സ്ലൈഡുകളിലായിട്ട് പഠിക്കും. യെസ്, ഇതിൽ ആദ്യത്തേതാണ് ആക്ട് ഡൺ വിത്ത് പ്രിൻസിപ്പൽസ് ആക്ച്വൽ അതോറിറ്റി. ഒരാൾ മറ്റൊരാളുടെ ഏജന്റ് ആകുന്നത് എപ്പോഴാണ്? അതിൽ ഒന്നാമത്തത് ഏജൻസി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ ഫോമാണ് ആക്ട് ഡൺ വിത്ത് പ്രിൻസിപ്പൽസ് ആക്ച്വൽ അതോറിറ്റി. പ്രിൻസിപ്പള് ഒറിജിനലി അതോറിറ്റി കൈമാറിയിട്ട് ആ കൈമാറി കിട്ടിയ അധികാരം ഉപയോഗിച്ചിട്ട് ഒരു ഏജന്റ് ജോലി ചെയ്യുമ്പോൾ അയാളെയാണ് ആക്ച്വൽ അതോറിറ്റിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഏജന്റ് എന്ന് വിളിക്കുക. അപ്പോൾ ആ ഒരു ഏജൻസി അവിടെ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ആക്ച്വൽ അതോറിറ്റി കിട്ടിയിട്ടാണ് ആ ഒരു ഏജന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏജൻസി ഈ ഒരു എക്സാമ്പിളിൽ ഒരു മുതലാളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ദിവസവും രാവിലെ വന്ന് എന്റെ വീട്ടിൽ നിന്ന് കാർ എടുത്ത് എയർപോർട്ടിൽ കൊണ്ടുപോയിടണം, ഇതാണ് എന്റെ ജോലി. അപ്പോൾ എന്നെ വിളിച്ച് എനിക്ക് ഏൽപ്പിച്ചു തന്ന ജോലിയാണ്. അപ്പോ ഇങ്ങനെ ഞാനൊരു ഏജന്റായി മാറിക്കഴിഞ്ഞാൽ ഈ ഒരു ഏജൻസി, ഞാനും ആ മുതലാളിയും തമ്മിലുള്ള ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ്? ബൈ ആക്ച്വൽ അതോറിറ്റി, ബൈ ഗിവിംഗ് ആക്ച്വൽ അതോറിറ്റി ബൈ പ്രിൻസിപ്പൾ ടു ദി ഏജന്റ്. ഏജന്റിന് പ്രിൻസിപ്പൾ ആക്ച്വലി അതോറിറ്റി കൈമാറി നൽകിയതാണ്. അങ്ങനെ കൈമാറി കിട്ടിയ അധികാരത്തിലൂടെ ഏജൻസി റിലേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം. അത് രണ്ട് രീതിയിലുണ്ട്, എക്സ്പ്രസ്സും ഉണ്ട്, ഇംപ്ലൈഡും ഉണ്ട്. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? വാക്കാൽ പറയുക. മുതലാളി എന്നെ ഫോൺ വിളിച്ചു പറഞ്ഞു, എടാ നാളെ മുതൽ നീ എന്റെ ഏജന്റ് ആയിട്ട് എന്റെ വീട്ടിൽ വന്ന് കാർ എടുത്തുകൊണ്ട് പോകണം. അപ്പൊ ആക്ച്വൽ അതോറിറ്റി എക്സ്പ്രസ് വേയിലൂടെ കിട്ടി. അല്ലെങ്കിൽ എനിക്ക് റിട്ടേൺ ആയിട്ട് കത്ത് എഴുതി അയച്ചു തന്നു, നീ നാളെ മുതൽ എന്റെ ഏജന്റ് ആണെന്ന്. അക്കോർഡിംഗ് ടു സെക്ഷൻ 187 പറയുന്നുണ്ട്, ആൻ അതോറിറ്റി സെഡ് ടു ബി എക്സ്പ്രസ്, ഒരു ആക്ച്വൽ അതോറിറ്റി ഗിവൺ ബൈ ദി പ്രിൻസിപ്പൾ ഏജൻസി ക്രിയേറ്റഡ് ബൈ ആക്ച്വൽ അതോറിറ്റി എന്ന് പറയുന്നത് അതിൽ തന്നെ എക്സ്പ്രസും ഉണ്ട്, ഇംപ്ലൈഡും ഉണ്ട്. അതിൽ എക്സ്പ്രസ് എന്ന് പറയുന്നത് എന്തിനാണ്? വെൻ ഇറ്റ് ഈസ് ഗിവൺ ബൈ വേർഡ് സ്പോക്കൺ ഓർ റിട്ടേൺ. വാക്കാലോ എഴുത്തിനാലോ ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു ഏജൻസിയാണ് എക്സ്പ്രസ് അതോറിറ്റി, ആക്ച്വൽ അതോറിറ്റിയിലൂടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏജൻസി എന്ന് വിളിക്കുക. അപ്പോൾ ആക്ച്വൽ അതോറിറ്റിയിലൂടെ ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒന്നുകിൽ അത് എക്സ്പ്രസ് രീതിയിലായിരിക്കും. എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വെൻ ഇറ്റ് ഇസ് ഗിവൺ ബൈ വേർഡ്സ് ഓർ സ്പോക്കൺ, അത് മുതലാളി വാക്കിലൂടെ പറയും അല്ലെങ്കിൽ എഴുതി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ആക്ച്വൽ അതോറിറ്റി ഗിവ് ചെയ്യുന്നതിനെയാണ് എക്സ്പ്രസ് ആക്ച്വൽ അതോറിറ്റി എന്ന് വിളിക്കുക. ഇനി ഒന്നുണ്ട് ഇംപ്ലൈഡ് ആക്ച്വൽ അതോറിറ്റി. അതെങ്ങനെയാണ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 187 അതിനെ പറ്റിയും കൂടി പറയുന്നുണ്ട്.
ആൻ അതോറിറ്റി ഈസ് സെഡ് ടു ബി ഇംപ്ലൈഡ്. ഒരു അതോറിറ്റീനെ ഇംപ്ലൈഡ് എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? വെൻ ഇറ്റ് ഇസ് ടു ബി ഇൻഫേർഡ് ഫ്രം ദി സർക്യൂംസ്റ്റൻസസ് ഓഫ് ദി കേസ്. സാഹചര്യങ്ങളുടെ പുറത്ത് ഏജൻസി കൈമാറി കിട്ടിയതായിരിക്കുള്ളൂ. അല്ലാതെ മുതലാളി വിളിച്ചിട്ട് എന്ത് ചെയ്തതായിരിക്കില്ല, നീ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് കൃത്യമായി വാക്കിലൂടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവില്ല. മുതലാളി പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും, നീ എന്റെ ഏജന്റ് ആക്കിക്കോ. ചിലപ്പോൾ മുതലാളി ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും വാക്കുകൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ എനിക്ക് വേണ്ടി അവൻ എന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എനിക്കൊരാളുണ്ട്, അവൻ ചെയ്തോളും എന്ന രീതിയിൽ എന്റെ മുമ്പിൽ വെച്ച് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, അത് ഉദ്ദേശിക്കുന്നത് എന്നെയാണ്, എന്നെ ഏജന്റ് ആക്കിയതാണത്. അപ്പോ ഇവിടെ എക്സ്പ്രസ്ലി എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഞാൻ അദ്ദേഹത്തിന്റെ ഏജന്റ് ആണെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെ എനിക്ക് കാണിച്ചു തന്നു ഞാൻ അദ്ദേഹത്തിന്റെ ഏജന്റ് ആണെന്ന്. അപ്പൊ ഇതേപോലെ ബൈ ഇൻഫറിങ് ഫ്രം ദി ആക്ട്, പ്രവൃത്തിയിലൂടെ ഒരു ആക്ച്വൽ അതോറിറ്റി ഗിവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ആക്ച്വൽ അതോറിറ്റി, ഇംപ്ലൈഡ് ആക്ച്വൽ അതോറിറ്റി എന്നാണ് വിളിക്കുക. എക്സ്പ്രസ്ലി വാക്കിലൂടെ തന്നെ ആക്ച്വൽ അതോറിറ്റി ഗിവ് ചെയ്താൽ അതിനെ എക്സ്പ്രസ് അതോറിറ്റി എന്നാണ് വിളിക്കുന്നത്. ഈ രണ്ട് രീതിയിലൂടെയും ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും. ആക്ട് ഡൺ വിത്ത് പ്രിൻസിപ്പൽസ്, ആക്ച്വൽ അതോറിറ്റി എന്നതിന്റെ കീഴിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണിത്. ഇത് രണ്ടും മെൻഷൻ ചെയ്യുക, സെക്ഷൻ 187 മെൻഷൻ ചെയ്യുക. അപ്പൊ മൂഡ്സ് ഓഫ് ക്രിയേഷൻ ഓഫ് ഏജൻസിയിലെ ഒന്നാമത്തെ വിഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തു. ആക്ട് ഡൺ വിത്ത് പ്രിൻസിപ്പൽസ്, ആക്ച്വൽ അതോറിറ്റി എന്നുള്ളത്. പ്രിൻസിപ്പൾ കൈമാറി നൽകിയ ആക്ച്വൽ അതോറിറ്റി ഉപയോഗിച്ചിട്ട് ഏജന്റ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആക്ച്വൽ അതോറിറ്റിയിലൂടെയാണ് എന്ന് മെൻഷൻ ചെയ്യുക. അടുത്തതാണ് ഏജൻസി ബൈ എമർജൻസി അല്ലെങ്കിൽ ഏജൻസി ബൈ നെസസിറ്റി. രണ്ടും ഒരു സാധനമാണ്. എക്സാമിന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് സെപ്പറേറ്റ് ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ്. 189 ഇതിനെപ്പറ്റി പറയുന്നത്. ഉദാഹരണത്തിന് ഒരാളുടെ കെട്ടിടം കത്തി നശിക്കാൻ പോവുകയാണ്. ഞാൻ എന്ത് ചെയ്തു? ഓടിപ്പോയിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ വീട് ജപ്തി ചെയ്യാൻ വന്നേക്കുവാണ് ബാങ്കുകാർ. അപ്പോ അദ്ദേഹം അവിടെ വീട്ടിലില്ല. അപ്പൊ ഏത് സമയം ജപ്തി ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഓടിച്ചെന്നിട്ട് എന്റെ കയ്യിലെ കാശ് കൊടുത്തിട്ട് ജപ്തിന്ന് ഞാൻ വീട് ഒഴിവാക്കി രക്ഷപ്പെടുത്തിയെടുത്തു. എന്നിട്ട് മുതലാളി വരുമ്പോൾ പറയും, താങ്കളുടെ ഏജന്റ് ആയിട്ട് താങ്കൾക്ക് വേണ്ടി ഞാൻ ആ ഒരു പ്രവൃത്തി ചെയ്തു, താങ്കളുടെ വീട് ജപ്തി ചെയ്യാതെ ഒരു അപകടം വന്നപ്പോൾ, എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോൾ താങ്കളെ ഏൽപ്പിക്കാതെ തന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി ഡ്യൂട്ടി ഏറ്റെടുത്ത ഒരു ഏജന്റ് എന്ന നിലയിൽ ഞാൻ ആ സ്ഥലം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന രീതിയിൽ ഏജന്റായി മാറും. അപ്പോൾ മുതലാളി എനിക്ക് ആ ഒരു പൈസ തരാൻ ഒബ്ലിഗേറ്റഡ് ആവും. അപ്പൊ ഇങ്ങനെ എമർജൻസി സിറ്റുവേഷൻസ് വല്ലതും വരുമ്പോ അതിന്റെ എക്സാമ്പിൾ താഴെ പറയുന്നുണ്ട് ഏതാണെന്നുള്ളത്. എമർജൻസി സിറ്റുവേഷനുകൾ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരാൾ ഏജന്റായി മാറും. അത് ഒറിജിനലി പ്രിൻസിപ്പൾ ഏൽപ്പിക്കുന്നതായിരിക്കില്ല, പക്ഷേ സാഹചര്യങ്ങളുടെ പുറത്ത് ഒരാൾ തനിയെ ഏജന്റ് ആവും മറ്റൊരാളുടെ. അങ്ങനെ ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് ഏജൻസി ബൈ എമർജൻസി എന്ന് വിളിക്കുക, ഏജൻസി ബൈ നെസസിറ്റി എന്ന് വിളിക്കുക. അതിന്റെ എക്സാമ്പിൾ താഴെ വരുന്നുണ്ട് കേട്ടോ, നോക്കാം. The implied agency can also arise in case of necessity and emergency situation. Section 189 of Indian Contract Act deals with agency by emergency. അതിന്റെ താഴത്തെ പാരഗ്രാഫ് നോക്കിക്കേ, അവിടെ പറയുന്നുണ്ട് ഏജൻസി ബൈ നെസസിറ്റി എന്നാൽ അല്ലെങ്കിൽ ഏജൻസി ബൈ എമർജൻസി എന്നാൽ എന്താണെന്നുള്ളത്. One person can act on behalf of another to save the person from any loss or damage. ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്തു. എന്തിനാണ്? മറ്റൊരാളെ അപകടത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി. വിത്തൗട്ട് എക്സ്പ്രസ്ലി ബീങ് അപ്പോയിന്റഡ് ആസ് എൻ ഏജന്റ്. മറ്റേ ആള് എക്സ്പ്രസ്ലി ഏജന്റ് ആക്കിയിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും മറ്റേ അപകടം വരുന്ന ഒരു സാഹചര്യം വന്നപ്പോ അയാളെ ഏൽപ്പിക്കാതെ തന്നെ വേറെ നമ്മളിൽ ഒരാൾ എന്ത് ചെയ്തു? അയാൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ട് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ അയാളുടെ ഏജന്റായി മാറി അവിടെ അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ ചെലവാക്കിയ പൈസ നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഏജൻസി ഔട്ട് ഓഫ് നെസസിറ്റി അറൈസ് ആവുന്നത്. ഒന്നുകൂടെ പറയാ, ദിസ് അറൈസസ് ഏജൻസി ബൈ നെസസിറ്റി അല്ലെങ്കിൽ എമർജൻസി ഉണ്ടാവുന്നത് വെൻ ദർ ഇസ് നോ എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ് അപ്പോയിന്റ്മെന്റ് ഓഫ് എ പേഴ്സൺ ആസ് എൻ ഏജന്റ് ഫോർ അനദർ. ഒരാൾ വ്യക്തമായിട്ട് മറ്റൊരാളെ ഏജന്റ് ആക്കിയിട്ടുണ്ടാവില്ല, മറിച്ച് ബട്ട് ഹി ഈസ് ഫോഴ്സ് ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ. ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നത് കൊണ്ട് സ്വമേധയാൽ ഏജന്റ് ആയി പോകുന്നതാണ് മറ്റേ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പൊ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ആക്ട് ചെയ്തിട്ട് മറ്റേ രക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയാളുടെ ഏജന്റായി മാറും. അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഒക്കെ നമുക്ക് അയാളുടെ നിന്ന് വാങ്ങിച്ചെടുക്കാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. എ ഹോഴ്സ് വാസ് സെൻഡ് ബൈ റെയിൽ അറ്റ് ദി ഡെസ്റ്റിനേഷൻ. ഒരു കുതിരയെ റെയിൽവേ ട്രെയിനിലൂടെ പാർസൽ അയച്ചു. അങ്ങനെ കുതിര റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് എത്തി. ഇറ്റ് വാസ് നോട്ട് ടേക്കൺ ഡെലിവറി ബൈ ദി ഓണർ. സ്ഥലത്തെത്തിയിട്ടും ഓണർ വന്ന് കുതിരയെ എടുത്തില്ല. ദി സ്റ്റേഷൻ മാസ്റ്റർ ഹാഡ് ടു ഫീഡ് ദി ഹോഴ്സ്.
പക്ഷെ കുതിര അവിടെ നിൽക്കുന്ന കണ്ടിട്ട് കുതിര ചത്തുപോകാനായി, ഭക്ഷണമൊന്നും കിട്ടാതെ. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ എന്ത് ചെയ്തു? കുറച്ച് പുല്ല് വാങ്ങിച്ച് കുതിരക്ക് കൊടുത്തു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ സ്റ്റേഷൻ മാസ്റ്റർ ഈ കുതിരയുടെ ഓണറിന്റെ ഏജന്റ് ആണോ? ഒറിജിനലി അല്ല. കുതിരയുടെ ഓണർ ഒറിജിനലി സ്റ്റേഷൻ മാസ്റ്ററിനെ ഏജന്റ് ആക്കിയിട്ടില്ല. പക്ഷേ കുതിരയുടെ ഓണർ കൊടുക്കേണ്ട കാര്യം കുതിരയുടെ ഓണറിന് പകരം സ്റ്റേഷൻ മാസ്റ്റർ ചെയ്തു. എന്തിനു വേണ്ടിയാണ്? ആ ഓണറിന് ലോസ് ഉണ്ടാകാതെ ഓണറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഒരു നെസസിറ്റി ആയിട്ടുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നപ്പോ ഓണറിന് ലോസ് ഉണ്ടാക്കാതിരിക്കാൻ, അതായത് കുതിര ചത്തുപോയി അയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സ്റ്റേഷൻ മാസ്റ്റർ കുതിരക്ക് ഫീഡ് ചെയ്തു. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഏജന്റ് ആയി മാറി. അപ്പോ സ്റ്റേഷൻ മാസ്റ്റർ ചിലവാക്കിയിട്ടുള്ള പൈസ പ്രിൻസിപ്പൾ ആയിട്ടുള്ള ആ ഒരു ഹോഴ്സിന്റെ ഓണറിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റും. കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ കോടതി പറഞ്ഞു സ്റ്റേഷൻ മാസ്റ്റർ ബിക്കം ദി ഏജന്റ് ബൈ നെസസിറ്റി ആൻഡ് ഹെൻസ് ദി ഓണർ മസ്റ്റ് കോമ്പൻസേറ്റ് ഹിം. സ്റ്റേഷൻ മാസ്റ്റർ ഇവിടെ ആരും ഏൽപ്പിച്ചിട്ടില്ല, ഏജന്റ് ആക്കിയിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഇവിടെ ഏജൻസി ബൈ നെസസിറ്റി, എമർജൻസി സിറ്റുവേഷനിൽ തനി ഏജന്റായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഓണർ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും കോമ്പൻസേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന് കോടതി ഈ കേസിന്റെ അകത്ത് പറയുകയുണ്ടായി. അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം മെൻഷൻ ചെയ്യുക. ഏജൻസീസ് അതോറിറ്റി ഇൻ ആൻ എമർജൻസി ഓർ ഏജൻസി ബൈ നെസസിറ്റി. ഒരാള് മറ്റൊരാൾക്ക് നഷ്ടമുണ്ടാകാതെ അയാളെ സംരക്ഷിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക്കലി ഏജന്റായി മാറുന്ന ആ ഒരു പ്രക്രിയ, അങ്ങനെ ഏജന്റായി മാറുന്ന ആ ഒരു ഏജൻസിയാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് വിളിക്കുക. എ പേഴ്സൺ ബിക്കമിങ് ഏജന്റ് ഫോർ അനദർ പേഴ്സൺ നോട്ട് അപ്പോയിന്റഡ് ബൈ ദാറ്റ് പേഴ്സൺ ബട്ട് ഫോർ സേവിങ് ദാറ്റ് പേഴ്സൺ ഫ്രം എ അൺസർട്ടൈൻ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എനി ഡാമേജസ് വിച്ച് ക്യാൻ ബി കോസ്റ്റ് വിച്ച് കുഡ് ബി കോസ്റ്റ് ടു ഹിം എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഏജൻസി ബൈ എമർജൻസി എന്താണ്, ഏജൻസി ബൈ നെസസിറ്റി എന്താണ്. സെക്ഷൻ 189 ഇതിനെപ്പറ്റി പറയുന്നത്. അപ്പൊ ആക്ട് ഡൺ വിത്ത് പ്രിൻസിപ്പൽസ് ആക്ച്വൽ അതോറിറ്റി എന്താണെന്നും ഏജൻസീസ് അതോറിറ്റി ഇൻ ആൻ എമർജൻസി എന്നാൽ എന്താണെന്നും നമ്മൾ നോക്കി. രണ്ട് രീതിയിലുള്ള ക്രിയേഷൻ ഓഫ് ഏജൻസി എന്താണെന്ന് നോക്കി. മൂന്നാമത്തതാണ് ഏജൻസി ബൈ എസ്റ്റോപ്പിൾ. എസ്റ്റോപ്പിളിലൂടെ ഉള്ള ഏജൻസി. എസ്റ്റോപ്പിൾ എന്ന നിയമത്തിലൂടെ ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കാറുണ്ട്. എസ്എ ക്വസ്റ്റ്യനിൽ തന്നെ നല്ല രീതിക്ക് ശ്രദ്ധിച്ചിരുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. എസ്റ്റോപ്പിൾ എന്ന റൂൾ എന്താണെന്ന് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ എസ്റ്റോപ്പിൾ എന്ന് പറഞ്ഞ റൂൾ എന്താണെന്ന് അറിയോ? എസ്റ്റോപ്പിൾ എന്ന് പറഞ്ഞ റൂളിൽ പറയുന്നത് ഒരാള് ഒരു സ്റ്റേറ്റ്മെന്റ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് കൊണ്ട് നാലാള് വിശ്വസിച്ചു അതങ്ങനെയാണെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് അത് തിരുത്തി അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് മാറ്റി പറയാനുള്ള റൈറ്റ് ആർക്കും ഇല്ല. എസ്റ്റോപ്പിൾ എന്ന വാക്കിന്റെ ആ ഒരു വാക്കിൽ തന്നെ സ്റ്റോപ്പ് എന്ന വാക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തടയുക. ഷട്ട് ദി മൗത്ത് എന്നാണ് അതിന്റെ ഒരു ലിറ്ററൽ മീനിങ്. വായടപ്പിക്കുക. അതായത് ഞാൻ ഇന്ന് രാവിലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഷീജ എന്ന് പറയുന്ന ആള് എന്റെ ഏജന്റ് ആണ്. അപ്പൊ 4-5 പേര് അത് കേട്ട്. ശരിക്കും എന്റെ ഏജന്റ് ഒന്നും അല്ല കേട്ടോ അവര്. വൈകുന്നേരം ആയപ്പോ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്തു? ഷീജയായിട്ട് കോൺട്രാക്ട് നടത്തി എനിക്ക് വേണ്ടി. കാരണം എന്റെ ഏജന്റ് ആണെന്ന് ഞാൻ രാവിലെ പറഞ്ഞല്ലോ. അപ്പൊ ഏജന്റ് ആണെന്ന് വിചാരിച്ചിട്ട് വേറൊരാൾ വന്നിട്ട് ഷീജയുമായിട്ട് കോൺട്രാക്ട് നടത്തി. ഷീജയായിട്ട് ഡയറക്റ്റ് കോൺട്രാക്ട് അല്ല, എനിക്ക് വേണ്ടി ഷീജ എടുത്ത് കോൺട്രാക്ട് നടത്തി. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഏയ് എന്റെ അടുത്തുള്ള കോൺട്രാക്ട് എന്റെ അടുത്ത് തന്നെ നടത്തണം, അത് ഷീജ എന്റെ ഏജന്റ് ഒന്നും അല്ല, അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് എനിക്ക് മാറ്റി പറയാൻ പറ്റുമോ? പറ്റൂല. ഷട്ട് ദി മൗത്ത് ഓഫ് മൈൻ. എന്റെ വായ അടപ്പിക്കുന്ന നിയമമാണ് ഡോക്ടർ ഓഫ് എസ്റ്റോപ്പിൾ എന്ന് പറഞ്ഞ നിയമം. അതായത് ഡോക്ടർ ഓഫ് എസ്റ്റോപ്പിൾ പറയുന്നത് ഒരാള് ഒരു തവണ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ പിന്നീട് അത് ഡിനേ ചെയ്യുന്ന രീതിയിൽ മാറ്റി പറയാനുള്ള റൈറ്റ് അയാൾക്കില്ല. ആദ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ശരി. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു നിയമത്തിൽ പറയുന്നത് അങ്ങനെയാണ്, രണ്ടാമത് മാറ്റി തിരുത്താൻ പറ്റൂല. അപ്പൊ ഇങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ട് ആദ്യം നമ്മൾ ഒരാളെ ഏജന്റായി പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒറിജിനലി ഏജന്റ് അല്ല എങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി അയാൾ ഏജന്റായി മാറും. അപ്പൊ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റൻസിൽ ഷീജന്റെ ഏജന്റ് അല്ല, പക്ഷെ നാലാള് തോന്നിക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ വേറൊരാള് ഷീജയുമായിട്ട് എനിക്ക് വേണ്ടി ഒരു കോൺട്രാക്ട് നടത്തി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇനി തിരുത്തി പറയാൻ പറ്റൂല. ഈ ഡോക്ടർ എസ്റ്റോപ്പിൾ പറയുന്നത് സബ്സിക്വന്റ്ലി ഒരു കാര്യം പറഞ്ഞത് പിന്നെ മാറ്റി പറയാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഡോക്ടറേൻ വെച്ച് നോക്കുമ്പോൾ എനിക്കിനി തിരുത്തി പറയാൻ പറ്റൂല. ഓൾറെഡി ഞാൻ പഴയ പറഞ്ഞ കാര്യം അവിടെ വാലിഡ് ആയിപ്പോയി. അപ്പൊ എസ്റ്റോപ്പിൾ എന്ന നിയമം ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഷീജ എന്റെ ഏജന്റായി അവിടെ മാറും. ഇങ്ങനെ അവിടെ ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഏജൻസി ബൈ എസ്റ്റോപ്പിൾ ഒക്കേഴ്സ്. ഏജൻസി ബൈ എസ്റ്റോപ്പിൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? വെൻ എ പേഴ്സൺസ് ആക്ഷൻ, ഒരാള് അയാളുടെ പ്രവൃത്തിയിലൂടെ ലീഡ് അനദർ, മറ്റൊരാളെ ടു ബിലീവ്, തോന്നിപ്പിക്കുകയാണ് ദാറ്റ് എ തേർഡ് പാർട്ടി, ഒരു മൂന്നാമതൊരാള്
ഞാൻ എന്ത് ചെയ്യാനാണ്, നാട്ടുകാരെല്ലാരെയും തോന്നിപ്പിച്ചു ദാറ്റ് എ തേർഡ് പാർട്ടി, ഷീജ എന്നുള്ള തേർഡ് പാർട്ടി ആസ് ദി അതോറിറ്റി ടു ആക്ട് ഓൺ ദെയർ ബിഹാഫ്. എനിക്ക് വേണ്ടി ആക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, എന്റെ ഏജന്റ് ആണെന്ന് ഞാൻ നാട്ടുകാരുടെ മുമ്പ് വെച്ചൊക്കെ പറഞ്ഞു. ആൻഡ് ദി അതർ പാർട്ടി എൻറ്റേഴ്സ് ഇൻ ടു എ ട്രാൻസാക്ഷൻ വിത്ത് ദി തേർഡ് പാർട്ടി. അത് കേട്ടിട്ട് എന്ത് ചെയ്തു, നാട്ടുകാർ വൈകുന്നേരം ഷീജയായിട്ട് ആ തേർഡ് പാർട്ടി ആയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ തുടങ്ങി എനിക്ക് വേണ്ടി. അങ്ങനെ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഷീജ ഓട്ടോമാറ്റിക്കലി എന്താവും മാറും, എന്റെ ഏജന്റ് ആയി മാറും. കാരണം എസ്റ്റോപ്പിളിൽ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരാൾ പറഞ്ഞാൽ പിന്നെ സബ്സിക്വന്റ്ലി അയാൾക്ക് ഡിനൈ ചെയ്യാൻ പറ്റൂല എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലി അയാൾ എന്റെ ഏജന്റ് അല്ല എങ്കിൽ പോലും അയാൾ ഏജന്റായി മാറും, ഇങ്ങനെ ഒരു നിയമം ഉള്ളത് കൊണ്ട്. ഇതാണ് ഏജൻസി ബൈ എസ്റ്റോപ്പിൾ പറയുന്നത്. എക്സാമ്പിൾ ഉണ്ട്, എ ടെൽസ് ബി ദാറ്റ് ഹി സീസ് ഏജന്റ്. എ പറയുന്നതാണ് ബിനോട് ഞാൻ സിയുടെ ഏജന്റ് ആണെന്ന്. ദിസ് ഹി ഡസ് ഇൻ ദി പ്രസൻസ് ഓഫ് സി. ഇത് സി കേൾക്കുന്നുണ്ട്, സീന് എന്തെങ്കിലും പറയണമെങ്കിൽ സീനപ്പൊ തടയായിരുന്നു. വിത്തിൻ ഇസ് ഹിയറിംഗ് സി ഡസ് നോട്ട് ഒബ്ജക്ട് ടു ദി സ്റ്റേറ്റ്മെന്റ് ഓഫ് എ പറയുന്നത് കേട്ടിട്ട് സി ഒന്നും മിണ്ടിയില്ല, കേട്ടിരുന്നു. ലേറ്റർ ബി മേക്സ് എ ഡീൽ വിത്ത് എ ആസ് എൻ ഏജന്റ് ഓഫ് സി. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, എ സിയുടെ ഏജന്റ് ആണെന്ന് അറിഞ്ഞത് കൊണ്ട് ബി എന്ത് ചെയ്തു, പിന്നീട് എയുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തി സിക്ക് വേണ്ടി. അതിനുശേഷം ഇനി സീന് മാറ്റി പറയാൻ പറ്റുമോ, ശരിക്കും എന്റെ ഏജന്റ് ഒന്നും അല്ലാന്ന് ഇനി തിരുത്തി പറയാൻ പറ്റുമോ, പറ്റൂല. എക്സ്റ്റോപ്പിൾ പറയുന്നത് ആദ്യം ഒരു കാര്യം നാലാളുകളെ അറിയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു തോന്നിപ്പിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് അത് ഡിനേ ചെയ്യാതിരുന്നാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് വേണം അതിനെ കൺസിഡർ ചെയ്യാൻ, സബ്സിക്വന്റ്ലി അതിനെ തിരുത്താനുള്ള റൈറ്റ് ഇല്ല. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ മറ്റേ ആൾ ഒറിജിനൽ ഏജന്റ് അല്ലെങ്കിൽ പോലും അയാൾ ഏജന്റ് ആയി പോകും എന്നാണ് ഈ നിയമത്തിൽ പറഞ്ഞത്. സി ഷാൾ ബൗണ്ട് ബൈ ദിസ് ഡീൽ, സി ഡീൽ അംഗീകരിച്ചേ പറ്റൂ, എനെ ഏജന്റായി കണ്ടേ പറ്റൂ. അപ്പൊ ഇവിടെ ഏജന്റായി മാറിയത് എങ്ങനെയാണ്, എസ്റ്റോപ്പിൾ എന്ന നിയമത്തിലൂടെയാണ്. അപ്പൊ എസ്റ്റോപ്പിൾ എന്ന നിയമത്തിലൂടെയും ഏജൻസി എന്ന റൂള് ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടാം എന്ന് ഓർക്കുക. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ പഠിച്ചു. ഏജന്റ് പ്രിൻസിപ്പളിന്റെ ആക്ച്വൽ അതോറിറ്റിയിലൂടെ ഏജന്റ് ആകുന്ന ഒരു മെത്തേഡ് പഠിച്ചു, അത് എക്സ്പ്രസും ഉണ്ട് ഇംപ്ലൈഡും ഉണ്ട്. രണ്ടാമത്തത് എമർജൻസി സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി ഒരാൾ ഏജന്റായി മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കി, അതിനെ തന്നെയാണ് ഏജൻസി ബൈ നെസസിറ്റി എന്ന് വിളിക്കുക. മൂന്നാമത്തത് ഏജൻസി ബൈ എസ്റ്റോപ്പിൾ എന്നാൽ എന്താണെന്ന് നോക്കി, 237 ഇതിനെപ്പറ്റി പറയുന്നത് എന്ന് നമ്മൾ പഠിച്ചു, എക്സാമ്പിൾ നോക്കി. നാലാമത്തതാണ് ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്. അതായത് ഹോൾഡിംഗ് ഔട്ടിലൂടെ ഏജന്റ് ആകുന്നത്. നോക്കാം, ഇത് ഏകദേശം എസ്റ്റോപ്പിൾ പോലെ തന്നെയാണ് കേട്ടോ, പക്ഷെ ചെറിയ വ്യത്യാസമുള്ളൂ. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് അറൈസസ് when the conduct of a person makes the third person to believe that the person doing some act on his behalf is doing with the authority. ഇപ്പോ എന്റെ പേരും പറഞ്ഞിട്ട് എന്റെ കൂട്ടുകാരൻ എല്ലാ ദിവസവും പോയി കടയിൽ ചെന്ന് സാധനം വാങ്ങുന്നുണ്ട്. അവസാനം ഞാൻ ചെന്നപ്പോ കടക്കാരൻ പറഞ്ഞു, തനിക്ക് ഇത്ര ബില്ലുണ്ട്, തന്റെ ഏജന്റ് ആയിട്ട് മറ്റേ ആൾ ഇത്ര വന്ന് സാധനം വാങ്ങിച്ചു. ശരിക്കും ഞാൻ മറ്റവനെ എന്റെ ഏജന്റ് ആക്കിയിട്ടുണ്ടാവില്ല. ഇത് ഞാൻ കണ്ടിട്ടും ഞാൻ എന്ത് ചെയ്തു, ഹോൾഡിംഗ് ഔട്ട്, ഞാനിത് ഒന്നും പറയാതെ ഹോൾഡ് ഔട്ട് ചെയ്തു, പ്രത്യേകിച്ച് മിണ്ടാതെ ഇരുന്നു, മൗനം പ്രാപിച്ചിരുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാൾ എന്റെ ഏജന്റായി മാറും. ഇനി അയാൾ അവിടെ വന്ന് സാധനം വാങ്ങുമ്പോൾ മുതലാളി അയാൾക്ക് സാധനം കൊടുക്കണം. ശരിക്കും ഇപ്പോ ഞാനും എന്റെ കൂട്ടുകാരൻ ബാദുഷയും എന്റെ കൂട്ടുകാരനാണ്. പക്ഷെ അവൻ എല്ലാ ദിവസവും എന്റെ പേരും പറഞ്ഞ് പറ്റിയ സാധനം വാങ്ങുന്നുണ്ട്. ഒരു മാസം കഴിഞ്ഞ് കടയിൽ പോയപ്പോഴാണ് കടക്കാരൻ ഇങ്ങനെ പറഞ്ഞത് ഇത്ര രൂപയുടെ ബില്ലുണ്ടെന്ന്. ഒന്നുകിൽ ഞാൻ കടക്കാരനോട് പറയണമായിരുന്നു, കൊടുക്കരുത്, ബാദുഷന്റെ ഏജന്റ് ഒന്നും അല്ല. ഞാൻ അങ്ങനെ ഒന്നും പറയാതെ ഞാൻ ആ പൈസ അടച്ചു വീട്ടിൽ ഞാൻ പോയാൽ അവിടെ ഓട്ടോമാറ്റിക്കലി ബാദുഷയെ ഞാൻ എന്റെ ഏജന്റ് ആക്കി മാറ്റിയേക്കുവാണ്. അതായത് ബാദുഷയ്ക്ക് വേണ്ടി ഒരു തവണ ഞാൻ ബില്ല് കൊടുത്തല്ലോ, ഹോൾഡ് ഔട്ട് ചെയ്ത്, ഞാൻ പിന്നെ മിണ്ടിയില്ല, എന്റെ ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഒബ്ജക്ഷൻ ഒന്നും വെളിപ്പെടുത്താതിരുന്നാൽ, ഹോൾഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താകും, ഒരാള് ഏജന്റായി മാറുന്നതാണ്. ഇതാണ് നമ്മൾ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് അറൈസസ് when the conduct of a person makes, ഒരാളുടെ പ്രവൃത്തി തോന്നിപ്പിക്കുകയാണ്, ദി തേർഡ് പേഴ്സൺ ടു ബിലീവ്, വിശ്വസിപ്പിക്കണേണ്, ദ പേഴ്സൺ ഡൂയിങ് സം ആക്ട് ഓൺ ഹിസ് ബിഹാഫ്, വേറൊരാൾ ചെയ്ത ആക്ട് തനിക്ക് വേണ്ടിയാണെന്നുള്ള രീതിയിൽ മിണ്ടാതിരുന്നു. ഓക്കെ, ഇതിനെയാണ് ഹോൾഡിംഗ് ഔട്ട് എന്ന് പറയുന്നത്. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് സിമിലർ ടു ഏജൻസി ബൈ എസ്റ്റോപ്പിൾ ആയിട്ട് സിമിലർ ആണിത്. ഇൻ കേസ് ഓഫ് ഹോൾഡിംഗ് ഔട്ട് സം പോസിറ്റീവ് ആസ്പെക്ട് ഓഫ് കണ്ടക്ട് ബൈ പ്രിൻസിപ്പിൾ ഇസ് റിക്വയർഡ് ടു എസ്റ്റാബ്ലിഷ് ദി ഏജൻസി. അതായത് ഏജൻസി ഓഫ് ഹോൾഡിംഗ് ഔട്ട് ആണെങ്കിൽ ഒരു പോസിറ്റീവ് ആക്ടും കൂടി വേണം. അതായത് ഇവിടെ ഞാൻ പൈസ കൊടുക്കുകയും കൂടി ചെയ്തല്ലോ. അതായത് ബാദുഷ എന്റെ പേരിൽ സാധനം വാങ്ങിച്ചപ്പോ ഞാൻ വെറുതെ മിണ്ടാതെ ഇരിക്കുക മാത്രമല്ല,
ബാദുഷ വാങ്ങിച്ച പറ്റിന്റെ പൈസ ഞാൻ കൊടുത്തു. അപ്പോ എന്റെ ഏജന്റ് ആണെങ്കിലല്ലേ ഞാൻ കൊടുക്കേണ്ടുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു ഒബ്ജക്ഷൻ പറയാമായിരുന്നല്ലോ അവൻ എന്റെ ഏജന്റ് ഒന്നും അല്ലാന്ന്. അപ്പോ മറ്റേ എസ്റ്റോപ്പിളിലായിരുന്നെങ്കിൽ ജസ്റ്റ് മിണ്ടാതിരിക്കൽ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, മിണ്ടാതിരിക്കുക മാത്രമല്ല അതൊരു പോസിറ്റീവ് ആസ്പെക്റ്റും കൂടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് അവന്റെ പൈസ ഞാൻ കൊടുത്തു എന്നിട്ട് ഞാൻ മിണ്ടിയില്ല. അപ്പൊ ഈ ഇൻസ്റ്റൻസിൽ അവൻ എന്റെ ഏജന്റായി മാറും. ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന രീതിയിലാണ് അവൻ ഏജന്റായി മാറുന്നത്. ഇനി വന്നു കഴിഞ്ഞാലും പൈസ കൊടുക്കേണ്ടി വരും. അതിന്റെ എക്സാമ്പിൾ നോക്കിക്കേ. ചൈൽഡ് പർച്ചേസ് ഗുഡ്സ്. ഒരു കുട്ടി എപ്പോഴും വന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഫ്രം എ ഷോപ്പ്, ഒരു കടയിൽ നിന്ന്. ആൻഡ് ഡിസേഴ്സ് ദി ഷോപ്പ് കീപ്പർ ടു കളക്ട് ദി പേയ്മെന്റ് ഫ്രം ഹിസ് പാരന്റ്സ് ലേറ്റർ. എന്നിട്ട് പറയുന്നത് എന്റെ പാരന്റ്സിൽ നിന്ന് പൈസ പിന്നെ വാങ്ങിച്ചോന്നാണ്. ദി പാരന്റ്സ് ദോ നോട്ട് ബൗണ്ട് ടു പേ. ശരിക്കും പാരന്റ്സിന് പൈസ കൊടുക്കേണ്ടതൊന്നുമില്ല. മേക്ക് ദി പേയ്മെന്റ്. പക്ഷെ ആ പേയ്മെന്റ് അടച്ചു. പാരന്റ് ഒന്നും മിണ്ടിയില്ല, പൈസ കൊടുക്കുകയും ചെയ്തു. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ് ദി ചൈൽഡ് അഗെയിൻ മേക്സ് പർച്ചേസ് ഫ്രം ദി ഷോപ്പ് ഓൺ ദി ക്രെഡിറ്റ് ഓഫ് പാരന്റ്സ്. കുട്ടി വന്ന് വീണ്ടും വീണ്ടും സാധനം വാങ്ങാൻ തുടങ്ങി. ദി പാരന്റ്സ് വുഡ് ബി ബൗണ്ട് ദിസ് ടൈം ബിക്കോസ് ഇങ്ങനെ സാധനം വാങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാരന്റ്സ് ഇനി മുതൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പൈസ കൊടുക്കണം. ആദ്യം കൊടുക്കേണ്ടതില്ലായിരുന്നു. ആദ്യം ഒബ്ജക്ട് ചെയ്തിരുന്നെങ്കിൽ തീർന്നേനെ അവിടെ നിന്ന്. അത് ഒബ്ജക്ട് ചെയ്തുമില്ല, പൈസ കൊടുക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ രണ്ടാമത് ഈ കുട്ടി വന്ന് സാധനം വാങ്ങുമ്പോൾ പാരന്റ്സ് നിർബന്ധമായിട്ട് പൈസ കൊടുക്കണം. ഓട്ടോമാറ്റിക്കലി ആ കുട്ടി പാരന്റിന്റെ ഏജന്റിനെ പോലെ ആയി. കാരണം എന്താ, ബൈ ഹോൾഡിംഗ് ഔട്ട്. പാരന്റ് എന്ത് ചെയ്തില്ല, ഒന്നും മിണ്ടിയില്ല, പക്ഷെ പൈസ കൊടുക്കുകയും ചെയ്തു. ബൈ മേക്കിംഗ് ദി പേയ്മെന്റ് ഏർലിയർ. മുമ്പ് പൈസ കൊടുത്തത് കൊണ്ട് വിതൗട്ട് റേസിംഗ് എനി ഒബ്ജക്ഷനും പറയാത്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്തായി മാറി, ആ കുട്ടി പാരന്റിന്റെ ഏജന്റിനെ പോലെ ആയി മാറി. അതുകൊണ്ട് കുട്ടി വരുമ്പോഴൊക്കെ ഇനി മുതലാളി സാധനം കൊടുക്കണം, പൈസ പാരന്റ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങാം, പാരന്റ്സ് നിർബന്ധമായിട്ട് പൈസ കൊടുക്കണം. ഈ ഇൻസ്റ്റൻസിൽ അതെന്റെ ഏജന്റ് അല്ല എന്ന് പറഞ്ഞ് ഒഴിവാകാൻ പറ്റൂല. ഒഴിവാകണമെങ്കിൽ ആദ്യം പറയണമായിരുന്നു ഇവൻ എന്റെ ഏജന്റ് അല്ല, ഒബ്ജക്ട് ചെയ്യണമായിരുന്നു. ചെയ്യാൻ സാഹചര്യം കിട്ടിയിട്ടും ഒബ്ജക്ട് ചെയ്തില്ല. മാത്രമല്ല പൈസ കൊടുക്കുകയും കൂടി ചെയ്തു. ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഓട്ടോമാറ്റിക്കലി മറ്റേ ആൾ ഏജന്റായി മാറിയിരിക്കുവാണ് എന്ന കാര്യം പോയിന്റ് ഔട്ട് ചെയ്യാം. അപ്പൊ ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട്, ഏജൻസി ബൈ എസ്റ്റോപ്പിൾ, ഇത് രണ്ടും സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. ഇവിടെ ജസ്റ്റ് ഒരു സൈലൻസ് മാത്രമേ ഉള്ളൂ. ഹോൾഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞാൽ സൈലൻസ് മാത്രമല്ല, ഒരു പോസിറ്റീവ് ആക്ടും കൂടി ഉണ്ട്, പൈസ കൊടുക്കുകയും കൂടി ചെയ്തു. അവിടെ ജസ്റ്റ് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനെ കേട്ടിട്ടും അതിനെ ശരിവെക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ആക്ടും കൂടി നമ്മൾ ചെയ്തു. അങ്ങനെ ചെയ്താലാണ് ഹോൾഡിംഗ് ഔട്ട് എന്ന് വിളിക്കുക. അപ്പൊ ഈ രീതിയിലൂടെയും ഒരാൾ നമ്മുടെ ഏജന്റായി മാറും. എസ്റ്റോപ്പിളിലൂടെയും ഒരാൾ നമ്മുടെ ഏജന്റായി മാറും. ആക്ച്വൽ എമർജൻസിയിലൂടെയും ഒരാൾ ഏജന്റായി മാറും. പ്രിൻസിപ്പളിന്റെ ആക്ച്വൽ അതോറിറ്റിയിലൂടെയും ഒരാൾ ഏജന്റായി മാറുന്നതാണ്. അപ്പൊ 4 സിറ്റുവേഷൻസ് നമ്മൾ പഠിച്ചു. അഞ്ചാമത്തതാണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ. റാറ്റിഫിക്കേഷനിലൂടെ ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടുക. എന്താണ് ഈ റാറ്റിഫിക്കേഷൻ? നിങ്ങൾ ക്യൂ ഫാസിറ്റ് പെർ ആലിയം ഫാസിറ്റ് പെർ സി ടോർട്ടൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ അവിടെ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായി ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്നാൽ എന്താണെന്നൊക്കെ. സെക്ഷൻ 197 ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്നതിനെ പറ്റി പറയുന്നത്. എന്താണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ? റാറ്റിഫിക്കേഷൻ എന്ന വാക്കിന്റെ അർത്ഥം സബ്സിക്വന്റ്ലി അംഗീകരിക്കുക എന്നാണ്. പിന്നീട് അംഗീകരിക്കുക, ആദ്യമേ അംഗീകരിക്കലല്ല, പിന്നീട് അംഗീകരിക്കുക. ഒരു പ്രിൻസിപ്പളിന് വേണ്ടി ഒരാള് എന്ത് ചെയ്തു, ഏതെങ്കിലും ഒരു ആക്ട് ചെയ്തു. പ്രിൻസിപ്പൾ പറഞ്ഞിട്ടല്ല ചെയ്തത്, ബട്ട് ചെയ്ത് പകുതി എത്തിയപ്പോ പ്രിൻസിപ്പളിനെ വിവരം അറിയിച്ചു. അപ്പൊ പ്രിൻസിപ്പൾ പറഞ്ഞു, ശരി, നീ എനിക്ക് വേണ്ടി അത് ചെയ്തോ. ദെൻ പ്രിൻസിപ്പളും അയാളും തമ്മിൽ ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഈ ഏജൻസിയാണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുക. അതായത് തുടക്കമേ അയാൾ ഏജന്റ് അല്ല, അയാൾ ചെയ്തു തുടങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെങ്കിലും സബ്സിക്വന്റ്ലി പ്രിൻസിപ്പൾ അനുവാദം കൊടുത്തു എന്റെ ഏജന്റ് ആയിക്കോ എന്നത്. അങ്ങനെ ഒരു ഏജന്റ് ആയി മാറിയാൽ അങ്ങനെയുള്ള ഏജൻസിയാണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുക. വേർ an agent does an act for his principal but without knowledge or authority. പ്രിൻസിപ്പൾ ഏൽപ്പിക്കാതെ ഒരാൾ എന്ത് ചെയ്തു, പ്രവൃത്തി ചെയ്തു. വേർ ഹി എക്സീഡ്സ് ദി ഗിവൺ അതോറിറ്റി, അല്ലെങ്കിൽ കിട്ടിയ അതോറിറ്റിയേക്കാൾ കൂടുതലായി ചെയ്തു. ദി പ്രിൻസിപ്പൾ ഇസ് നോട്ട് ഹെൽഡ് ബൗണ്ട് ബൈ ദി ട്രാൻസാക്ഷൻ. ഇൻ ദിസ് കേസ് പ്രിൻസിപ്പളിന് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരില്ല. ബട്ട് പ്രിൻസിപ്പൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് അത് സബ്സിക്വന്റ്ലി റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് അംഗീകരിച്ചിട്ടുണ്ട്. അത് ചെയ്തോ, ആ ഒരു വരി അവിടെ വിട്ടുപോയിട്ടുണ്ട്, അതും കൂടി മെൻഷൻ ചെയ്യാം. പിന്നീട് അത് റാറ്റിഫൈ സബ്സിക്വന്റ്ലി പറഞ്ഞിട്ടല്ല ചെയ്തത് എങ്കിൽ പോലും, എനിക്കിപ്പോ ഉദാഹരണത്തിന് എന്റെ ഒരു കൂട്ടുകാരൻ എന്റെ വീട്ടിൽ വന്ന് കാർ എടുത്തുകൊണ്ട് പോയി എന്റെ പാരന്റ്സിനെ എയർപോർട്ടിൽ നിന്ന് വിളിക്കാൻ. പോകുന്ന വഴിക്ക് പകുതി എത്തിയപ്പോഴും വിളിച്ചതാടാ, നിനക്ക് വേണ്ടി ഞാൻ കാർ എടുത്ത് പോയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞാ ശരി, എനിക്ക് വേണ്ടി നീ കാർ എടുത്തിട്ട് പോയിട്ട് പോയോ. ആ പറഞ്ഞ ഇൻസ്റ്റൻസ് മുതൽ അവൻ എന്റെ ഏജന്റ് ആണ്, പക്ഷെ അത്ര നേരം എന്റെ ഏജന്റ് ആയിരുന്നില്ലല്ലോ.
അപ്പോൾ അവൻ ഏജന്റ് ആയത് എങ്ങനെയാണ്? ബൈ റാറ്റിഫിക്കേഷൻ ആണ്. സബ്സിക്വന്റ് ആയിട്ട് അനുവാദം കിട്ടിയതിലൂടെയാണ്. അപ്പോൾ റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സിക്വന്റ് ആയിട്ട് അഗ്രി ചെയ്യുന്നതിലൂടെ ഒരു ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഏജൻസിനെയാണ് ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ഏജൻസിയും വാലിഡ് ആണ്. അതും വൺ ഓഫ് ദി മോഡ്സ് ഓഫ് ക്രിയേഷൻ ഓഫ് ഏജൻസിയുടെ അകത്ത് വരുന്ന ഒരു കാര്യമാണെന്ന് പോയിന്റ് ഔട്ട് ചെയ്യുക. അപ്പൊ ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്ന പോയിന്റ് നോക്കി വെക്കുക. എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് റാറ്റിഫിക്കേഷൻ. ഒരു വാലിഡ് ആയിട്ടുള്ള റാറ്റിഫിക്കേഷൻ നടക്കണമെങ്കിൽ കുറച്ച് എസെൻഷ്യൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ദി ആക്ട് ഷുഡ് ബി ഡൺ ഓൺ ദി ബിഹാഫ് ഓഫ് ദി അനദർ പേഴ്സൺ. ഒരാള് മറ്റൊരാൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണം. ദി പ്രിൻസിപ്പൽ ഷുഡ് ബി ഇൻ എക്സിസ്റ്റൻസ് ആൻഡ് കമ്പീറ്റന്റ് ടു കോൺട്രാക്ട് വെൻ ആക്ട് ഇസ് ഡൺ. അവിടുത്തെ പ്രിൻസിപ്പൾ ആരാണോ, സബ്സിക്വന്റ്ലി ആണല്ലോ അനുവാദം കിട്ടുന്നത്, എങ്കിൽ പോലും പ്രിൻസിപ്പൾ കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടി ആയിരിക്കണം ആക്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോ ഒരു പൊട്ടനായ ഒരാൾക്ക് വേണ്ടി കാർ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ നിന്റെ ഏജന്റ് ആയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രിൻസിപ്പൾ അവിടെ കോമ്പീറ്റന്റ് അല്ല. ഒരു കോമ്പീറ്റന്റ് ആയ പ്രിൻസിപ്പളിന് വേണ്ടി ആയിരിക്കണം ആക്ട് ചെയ്യേണ്ടത്. റാറ്റിഫിക്കേഷൻ മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ഏതെങ്കിലും രീതിയിലായിരിക്കണം റാറ്റിഫിക്കേഷൻ കിട്ടേണ്ടത്. റാറ്റിഫിക്കേഷൻ ഷുഡ് ബി വിത്ത് ഫുൾ നോളജ് ഓഫ് ഫാക്ട്. ഈ പ്രിൻസിപ്പൾ റാറ്റിഫിക്കേഷൻ കൊടുക്കേണ്ടത് ഫുൾ നോളജ് ഓഫ് ഫാക്ട് മനസ്സിലാക്കിയതിന് ശേഷമാവണം. അവൻ കാർ എടുത്ത് പോയത് ഇത്ര മണിക്കാണ്, ഇപ്പൊ ഇവിടെ എത്തി, ഇങ്ങനെയായി എല്ലാം അറിഞ്ഞതിന് ശേഷം ആയിരിക്കണം റാറ്റിഫിക്കേഷൻ സബ്സിക്വന്റ് ആയിട്ടുള്ള ഒരു അഗ്രിയും കൊടുക്കേണ്ടത്. പിന്നെ റാറ്റിഫിക്കേഷൻ ഷുഡ് ബി ഓഫ് ദി ഹോൾ ട്രാൻസാക്ഷൻ. മുഴുവൻ ട്രാൻസാക്ഷനും വേണ്ടിയും പ്രിൻസിപ്പൾ റാറ്റിഫിക്കേഷൻ കൊടുക്കണം. പിന്നെ റാറ്റിഫൈഡ് ആക്ട്സ് ഷുഡ് നോട്ട് ബി ഇഞ്ചൂറിയസ് ടു തേർഡ് പേഴ്സൺ. മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആകരുത് റാറ്റിഫിക്കേഷനിലൂടെ അനുവാദം കൊടുക്കേണ്ടത്. പിന്നെ റാറ്റിഫിക്കേഷൻ ഷുഡ് ബി മെയ്ഡ് വിത്തിൻ എ റീസണബിൾ ടൈം. ഒരു റീസണബിൾ ടൈമിനുള്ളിൽ തന്നെ പ്രിൻസിപ്പൾ റാറ്റിഫിക്കേഷൻ സബ്സിക്വന്റ്ലി ഉള്ള അംഗീകാരം കൊടുക്കണം. കാർ എടുത്ത് പോയി വിളിച്ച് വന്ന് തിരിച്ചെത്തിയതിനു ശേഷം അനുവാദം കൊടുത്താൽ അത് പറ്റൂല. പോയി കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ പ്രിൻസിപ്പൾ പറയണം, ആ ശരി നീ കൊണ്ടുപോയിക്കോ, നീ ഓക്കെ, നീ എന്റെ ഏജന്റ് ആയിരുന്നോ. അപ്പൊ ഒരു വിത്തിൻ എ റീസണബിൾ ടൈം ആയിരിക്കണം എന്നുള്ള കാര്യവും കൂടി ഇവിടെ എന്ത് ചെയ്യുക, പോയിന്റ് ഔട്ട് ചെയ്യുക. ഇതും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ഏജൻസി ക്രിയേഷൻ ഓഫ് ഏജൻസിയിൽ ഡിസ്കസ് ചെയ്യേണ്ട ഒരു വലിയൊരു ഏരിയ തന്നെയാണ് റാറ്റിഫിക്കേഷൻ എന്നുള്ളത്. ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കാര്യമുണ്ട്, അത് നിങ്ങളായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കിയത്. ഏജന്റ് ആരാണെന്ന് നോക്കി, ഏജന്റിനെ പറ്റി പറയുന്ന സെക്ഷൻ 182 ആണെന്ന് നോക്കി, വേരിയസ് മോഡ്സ് ഓഫ് ക്രിയേഷൻ ഓഫ് ഏജൻസി എന്താണെന്ന് നോക്കി. അതിലൊന്ന് തന്നെ പ്രിൻസിപ്പളിന്റെ ആക്ച്വൽ അതോറിറ്റിയിലൂടെ ഏജൻസി ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പറ്റും, അതാണ് ഒരു നോർമൽ ഏജൻസി എന്ന് നോക്കി. അത് തന്നെ എക്സ്പ്രസും ഉണ്ട് ഇംപ്ലൈഡും ഉണ്ട്. 187 അതിനെപ്പറ്റി പറയുന്നത്. ഏജൻസി ഇൻ എമർജൻസി, ഏജൻസി ബൈ നെസസിറ്റി എന്നാൽ എന്താണെന്ന് നോക്കി. 189 അതിനെപ്പറ്റി പറയുന്നത്. ഏജൻസി ബൈ എസ്റ്റോപ്പിൾ എന്താണെന്ന് നോക്കി. 237 അതിനെപ്പറ്റി പറയുന്നത്. ഏജൻസി ബൈ ഹോൾഡിംഗ് ഔട്ട് എന്നാൽ എന്താണെന്ന് നോക്കി. സെക്ഷൻ 189 അതിനെപ്പറ്റി പറയുന്നത്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കി. ഏജൻസി ബൈ റാറ്റിഫിക്കേഷൻ എന്താണ്, അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. 197 അതിനെപ്പറ്റി പറയുന്നത്. ലാസ്റ്റത്തത് ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അത് നിങ്ങളായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേരിയസ് മോഡ്സ് ഓഫ് ക്രിയേഷൻ ഓഫ് ഏജൻസി എന്ന ടോപ്പിക്കിന്റെ അകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.